നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തെരുവുനായ ഭീതിയൊഴിയാതെ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത്. വെട്ടുകാട് മേഖലയിൽ അതിഥി തൊഴിലാളിക്ക് തെരുവുനായയുടെ കടിയേറ്റു. തൊഴിലാളിയെ കടിച്ച നായയെ നാട്ടുകാർ കുരുക്കിട്ട് പിടികൂടി. മിനി MCFൽ സജ്ജമാക്കിയ താൽക്കാലിക ഷെൽട്ടറിലേക്ക് മാറ്റി. സ്ത്രീകളുടെ മോർഫ് ചിത്രം വിൽപ്പന കേസിൽ നിർണായക കോടതി ഇടപെടൽ. ഇരയെ കേൾക്കാതെ പ്രതി അനന്തുവിന് ജാമ്യമില്ല. അയൽവാസികളായ 70-ലേറെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ചിത്രങ്ങൾ അവരുടെ സമ്മതമില്ലാതെ ശേഖരിച്ച് മോർഫ് ചെയ്ത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചെന്ന കേസിലാണ് റിമാൻഡിൽ കഴിയുന്ന പ്രതി അനന്തുവിന്റെ ജാമ്യാപേക്ഷയിൽ മറ്റൊരു ഇരയ്ക്ക് കൂടി കക്ഷി ചേരാൻ കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അനുമതി നൽകിയത്. ഗുരുവായൂർ ക്ഷേത്ര നഗരിയുടെ തെരുവോരങ്ങളിൽ അന്തിയുറങ്ങുന്നവരെ നിയന്ത്രിക്കാൻ ഒരുങ്ങി പോലീസ്. ഇവർക്കിടയിൽ ക്രിമിനലുകൾ തമ്പടിക്കുന്നതും തുടർന്നുണ്ടാകുന്ന ക്രമസമാധാന പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി കർശന നടപടികളുമായി ടെമ്പിൾ പോലീസ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കുന്നംകുളം ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ സഭാ തേജസ് പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസിയോസ് രണ്ടാമൻ മലങ്കര മെത്രാപ്പൊലീത്തയുടെ 117ാമത് ഓർമ്മ പെരുന്നാളും ബസേലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ കാതോലിക്ക ബാവയുടെ 5ാമത് ഓർമ്മ പെരുന്നാളും ഞായർ തിങ്കൾ ആർത്താറ്റസ് സെന്റ് ഗ്രിഗോറിയോസ് അരമന ചാപ്പലിൽ ഭക്തി നിർഭരമായി ആചരിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. അപ്രഖ്യാപിത പവർക്കട്ടിൽ വലഞ്ഞ ജനം. പ്രതിഷേധം ഉയരുന്നു. പവർക്കട്ട് ഏർപ്പെടുത്തി കേരളത്തെ ഇരുട്ടിലാക്കുന്ന UDF സർക്കാർ നടപടിക്കെതിരെ എന്ന രാഷ്ട്രീയ സന്ദേശവുമായി DYFI നേതൃത്വത്തിൽ കുന്നംകുളത്തും പെരുമ്പിലാവിലും പ്രതിഷേധം സംഘടിപ്പിച്ചു. വിശദമായ വാർത്തയിലേക്ക്. 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മലയാള തിളക്കം. മികച്ച നടനായി മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി. 4ാം തവണയാണ് താരത്തിന്റെ ദേശീയ അവാർഡ് നേട്ടം. വൈക്കം വിജയലക്ഷ്മിയാണ് മികച്ച ഗായിക. ഭ്രമയുഗത്തിലൂടെ 4ാം തവണയും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം സ്വന്തമാക്കി മലയാളികളുടെ പ്രിയ നടൻ മമ്മൂട്ടി. ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിലൂടെ കാർത്തിക് ആര്യനുമായി അദ്ദേഹം പുരസ്കാരം പങ്കുവയ്ക്കുകയായിരുന്നു. ആർട്ടിക്കിൾ 370 മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ സിനിമയിലെ പ്രകടനത്തിന് യാമി ഗൗതം മികച്ച നടിക്കുള്ള പുരസ്കാരം നേടി. അമരൻ ഒരുക്കിയ രാജ്കുമാർ പെരിയസാമിയാണ് മികച്ച സംവിധായകൻ. ധനുഷിന് മികച്ച നടനുള്ള പ്രത്യേക പരാമർശം ലഭിച്ചു. ഫെമിനിച്ചി ഫാത്തിമ മികച്ച മലയാള ചിത്രമായും രായൻ തമിഴ് ചിത്രമായും ശ്രീകാന്ത് ഹിന്ദി ചിത്രമായും തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള പുരസ്കാരം വൈക്കം വിജയലക്ഷ്മി സ്വന്തമാക്കി. അജയന്റെ 2ാം മോഷണം എന്ന സിനിമയിലെ അങ്ങ് വാനക്കോണില് എന്ന പാട്ടിലൂടെയാണ് പുരസ്കാര നേട്ടം. മികച്ച ഛായാഗ്രാഹകനുള്ള പുരസ്കാരം ബ്രഹ്മയുഗത്തിലൂടെ ഷെഹനാദ് ജലാൽ സ്വന്തമാക്കി. പുഷ്പ 2വിലൂടെ സുകുമാരൻ മികച്ച തിരക്കഥാകൃത്തായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഡൽഹിയിൽ നാഷണൽ മീഡിയ സെന്ററിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. മലയാളി സംവിധായകൻ ജയരാജായിരുന്നു ജൂറി ചെയർമാൻ. ജയരാജ് ഉൾപ്പെടെ 11-അംഗ ജൂറി വിവിധ ഇന്ത്യൻ ഭാഷാ ചിത്രങ്ങളുടെ അവാർഡ് നിർണയം ഈ മാസം ആദ്യം പൂർത്തിയാക്കിയിരുന്നു. 2024 സെൻസർ ചെയ്ത ചിത്രങ്ങളാണ് പരിഗണിച്ചിരിക്കുന്നത്. തെരുവുനായ ഭീതിയൊഴിയാതെ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത്. ചൂണ്ടൽ വെട്ടുകാട് അതിഥി തൊഴിലാളിക്ക് തെരുവുനായുടെ കടിയേറ്റു. തെരുവുനായ ശല്യം രൂക്ഷമായ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ മരം മുറിക്കാനെത്തിയ അതിഥി തൊഴിലാളിക്കാണ് ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് നായയുടെ കടിയേറ്റത്. വെട്ടുകാടുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് നിന്ന് മരം മുറിക്കുന്നതിനിടെ സഹായിയായി നിൽക്കുകയായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയെ സമീപത്ത് കിടക്കുകയായിരുന്ന നായ ഓടിയെത്തി കടിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. തൊഴിലാളിയെ കടിച്ച ശേഷം തായങ്കാവ് അമ്പല പരിസരത്തേക്ക് ഓടിയെത്തിയ തെരുവുനായയെ നാട്ടുകാർ കുരുക്കിട്ട് പിടികൂടി. മിനി MCFൽ സജ്ജമാക്കിയ താൽക്കാലിക ഷെൽട്ടറിലേക്ക് മാറ്റി. തെരുവുനായുടെ ശല്യം മൂലം സംസ്ഥാനത്ത് തന്നെ ആദ്യമായി വിദ്യാലയത്തിന് അവധി കൊടുത്ത ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിലാണ് ശനിയാഴ്ച തെരുവുനായുടെ ആക്രമണമുണ്ടായത്. കടിയേറ്റ അതിഥി തൊഴിലാളിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് റാബിസ് കുത്തിവെപ്പ് നടത്തി. സ്ത്രീകളുടെ മോർഫ് ചിത്രം വിൽപ്പന കേസിൽ നിർണായക കോടതി ഇടപെടൽ. ഇരയെ കേൾക്കാതെ പ്രതി അനന്തുവിന് ജാമ്യമില്ല. അയൽവാസികളായ 70-ലേറെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ചിത്രങ്ങൾ അവരുടെ സമ്മതമില്ലാതെ ശേഖരിച്ച് മോർഫ് ചെയ്ത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചെന്ന കേസിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതി അനന്തുവിന്റെ ജാമ്യാപേക്ഷയിൽ മറ്റൊരു ഇരയ്ക്ക് കൂടി കക്ഷി ചേരാൻ കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അനുമതി നൽകി. പ്രതിയുടെ ജാമ്യാപേക്ഷയിൽ തിങ്കളാഴ്ച ഉത്തരവ് പ്രഖ്യാപിക്കാനിരിക്കെയാണ് കേസിലെ മറ്റൊരു ഇരയായ സ്ത്രീ അഭിഭാഷകൻ മുഖേന കക്ഷി ചേരാൻ ഹർജി സമർപ്പിച്ചത്.
ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം ഇരയ്ക്ക് ജാമ്യഹർജിയിൽ എതിർപ്പുന്നയിക്കാനും വാദം കേൾപ്പിക്കാനും അവകാശമുണ്ടെന്നും ഇരയുടെ വാദം കേൾക്കാതെ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് പുറപ്പെടുവിക്കരുതെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടു. ഹർജി പരിഗണിച്ച കോടതി ഇരയുടെ വാദം പ്രാഥമികമായി അംഗീകരിച്ച് ജാമ്യാപേക്ഷയിൽ കക്ഷി ചേരുന്നതിനും ജാമ്യത്തിനെതിരായ ആക്ഷേപങ്ങൾ സമർപ്പിക്കുന്നതിനും വിശദമായ വാദം അവതരിപ്പിക്കുന്നതിനും അനുമതി നൽകി. ഇതോടെ തിങ്കളാഴ്ച ഇരയുടെ ഭാഗം കേട്ട ശേഷം മാത്രമേ പ്രതിയായ അനന്തുവിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി ഉത്തരവ് പുറപ്പെടുവിക്കൂ. വ്യാജ പണമിടപാട് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഓൺലൈൻ വഴി പണം കൈമാറി എന്ന് വിശ്വസിപ്പിച്ച് സ്വർണ്ണക്കടകളിൽ നിന്നും ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ പ്രതിയെ പെരുമ്പടപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. വെളിയങ്കോട് തങ്ങൾപ്പടി പുളിക്കൽ ഹൌസ് ജംഷാദിനെയാണ് പോലീസ് പിടികൂടിയത്. പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ എരമംഗലം, കാഞ്ഞിരമുക്ക് തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്വർണ്ണക്കടകളിലാണ് പ്രധാനമായും തട്ടിപ്പ് നടത്തിയത്. കടകളിൽ കയറി കൈചെയിൻ വാങ്ങിയ ശേഷം ഓൺലൈൻ വഴി പണം അയച്ചതായി പ്രതി കടക്കാരെ വിശ്വസിപ്പിക്കുകയായിരുന്നു. പ്രതി തന്റെ മൊബൈൽ ഫോണിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഒരു പ്രത്യേക വ്യാജ ആപ്ലിക്കേഷൻ വഴിയാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിരുന്നത്. പെരുമ്പടപ്പ് SHO സന്തോഷ് MA, SI ശ്രീകാന്ത്, ASI ഉദയകുമാർ, സീനിയർ CPO വിഷ്ണു തമ്പാൻ, അക്ബർ, ഗിരീഷ്, റഷീദ്, കപിൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലെ ഏരമംഗലം, കാഞ്ഞിരമുക്ക് എന്നീ സ്ഥലങ്ങളിലെ ഗോൾഡ് ഷോപ്പുകളിൽ നിന്ന് കളവ് നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈചെയിൻ വാങ്ങിച്ചിട്ട് ഗൂഗിൾ പേ വഴി പേ ചെയ്യും. പക്ഷെ സക്സസ്ഫുൾ കാണിക്കും, അവർക്ക് കാശ് കിട്ടില്ല. ആ പ്രതിയായ ജംഷാദ് എന്നീ പ്രതിയെ നമുക്ക് SP അവരുടെ നിർദ്ദേശപ്രകാരം DSPക്ക് കിട്ടിയ രഹസ്യ വിവരപ്രകാരം നമ്മളവിടെ നിന്ന് സ്റ്റേഷനിൽ നിന്ന് ഒരു പോലീസുകാരനെ അയച്ച് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടു തിരിച്ചറിഞ്ഞ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇയാൾക്ക് ഇതുപോലെ ഒരുപാട് കേസുകളുണ്ട്. പൊന്നാനിയിലും തിരൂര്, ചങ്ങരമല എന്നീ സ്റ്റേഷനുകളിൽ കേസുകൾ ഉള്ളതായിട്ട് അറിവായിട്ടുണ്ട്. ഇനി നമ്മൾ ഇയാളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നാൽ മാത്രമേ ഇനി ഇയാളെ എവിടെയൊക്കെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. പിന്നെ ബാക്കി അന്വേഷണങ്ങളൊക്കെ ഇനി വരുന്ന മുറയ്ക്ക് നടത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കുന്നംകുളം ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ സഭാ തേജസ് പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസിയോസ് രണ്ടാമൻ മലങ്കര മെത്രാപ്പൊലീത്തയുടെ 117ാമത് ഓർമ്മ പെരുന്നാളും ബസേലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ കാതോലിക്ക ബാവയുടെ 5ാമത് ഓർമ്മ പെരുന്നാളും ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ ആർത്താറ്റ് സെന്റ് ഗ്രിഗോറിയോസ് അരമന ചാപ്പലിൽ ഭക്തി നിർഭരമായി ആചരിക്കും. ഒരുക്കങ്ങളായി മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിലും കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്തയുടെ സഹകാർമ്മികത്വത്തിലുമാണ് പെരുന്നാൾ ശുശ്രൂഷകൾ നടക്കുക. ജൂലൈ 12-നായിരുന്നു അരമന ചാപ്പലിൽ പെരുന്നാൾ കൊടിയേറ്റം നടന്നത്. ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് വൈശ്ശേരി സെന്റ് ഗ്രിഗോറിയോസ് പള്ളിയിൽ നിന്നും ആരംഭിക്കുന്ന പെരുന്നാൾ പദയാത്രയ്ക്ക് 6:45-ന് അരമന കവാടത്തിൽ സ്വീകരണം നൽകും. തുടർന്ന് 7 മണിക്ക് സന്ധ്യാനമസ്കാരം, അനുസ്മരണ പ്രഭാഷണം, പ്രദക്ഷിണം, ശ്ലൈഹിക വാഴ്വ്, അത്താഴഊട്ട് എന്നിവ നടക്കും. പ്രധാന പെരുന്നാൾ ദിനമായ തിങ്കളാഴ്ച രാവിലെ 6:15-ന് പ്രഭാത നമസ്കാരവും 7 മണിക്ക് കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയും പ്രദക്ഷിണവും സ്നേഹവിരുന്നും ഉണ്ടാകും. ഇതിനോടനുബന്ധിച്ച് രാവിലെ 11 മണിക്ക് ഭദ്രാസന മ്യൂസിയം ആൻഡ് ലൈബ്രറി ഉദ്ഘാടനവും 11:30-ന് അയ്യമ്പറമ്പ് ഹൌസിംഗ് പ്രോജക്റ്റിൽ പുതുതായി നിർമ്മിച്ച കുരിശുപള്ളി കൂദാശയും നടക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് അയ്യമ്പറമ്പിൽ നിർമ്മിച്ച പുതിയ 8 വീടുകളുടെ താക്കോൽദാനവും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനവും കേരള ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ നിർവഹിക്കും. ഫാദർ സ്റ്റീഫൻ ജോർജ്, ഫാദർ TC ജേക്കബ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിവിധ കമ്മിറ്റികൾ പെരുന്നാൾ വിജയത്തിനായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഓർത്തഡോക്സ് സഭയുടെ ആർത്താറ്റ് അരമനയിൽ നടക്കുന്ന ഓർമ്മ പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി കുന്നംകുളം ഓർത്തഡോക്സ് മർച്ചന്റ്സ് അസോസിയേഷന്റെ ലോഗോ പ്രകാശനവും കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും മെമ്പർഷിപ്പ് വിതരണവും ഞായറാഴ്ച നടക്കും. വൈകിട്ട് 7 മണിക്ക് സന്ധ്യാ നമസ്കാരത്തിന് ശേഷം നടക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും സഭയുടെ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ നിർവഹിക്കും. കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത ചടങ്ങിൽ അധ്യക്ഷനാകും. അസോസിയേഷൻ പ്രസിഡന്റ് PU ഷാജൻ, സെക്രട്ടറി ജോസഫ് കുരുവിള, ട്രഷറർ CK അപ്പുമോൻ തുടങ്ങിയവർ നേതൃത്വം നൽകും. KSIB കൂനമൂച്ചി സെക്ഷന്റെയും കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വൈദ്യുതി സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന വൈദ്യുതി സുരക്ഷാ ബോധവൽക്കരണ ക്ലാസിന്റെ ഉദ്ഘാടനം മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA നിർവഹിച്ചു. നമ്മൾ ഏറ്റവും അധികം സേവ് ചെയ്യേണ്ടത് വൈദ്യുതിയാണ്. നമ്മുടെ മണ്ഡലത്തിൽ നമുക്ക് പരമാവധി സോളാർ എനർജി ഉപയോഗിച്ച് അതിൻ്റെ സാധ്യത അനന്തമാണ്.
ഇനി ഡാം കെട്ടാൻ എവിടെയല്ലേ എന്ന് വെച്ചാൽ ചിലപ്പോൾ ഉണ്ടാവില്ല. അതിൻ്റെ സോഴ്സ് കഴിയുകയാണ്. കൽക്കരി കുഴിച്ച് സോഴ്സ് കഴിയുകയാണ്. പെട്രോള് കുഴിച്ച് സോഴ്സ് കഴിയുകയാണ്. സൂര്യൻ ഉള്ളിടത്തോളം കാലം എന്താണ് പറയൂ, ഈ സ്രോതസ്സുണ്ട്. ആ സ്രോതസ്സ് എത്ര ഉപയോഗിക്കുന്നുവോ അത്രയും അടുത്ത ജനറേഷൻ, അടുത്ത തലമുറയ്ക്ക് ഗുണമാണ്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും പറ്റുന്ന രീതിയിൽ അതിന് വലിയ സബ്സിഡി സർക്കാർ തരും, ബാങ്കുകൾ ലോൺ തരും. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് നമ്മുടെ മണലൂരിനെ മുന്നിൽ നിന്ന് നയിക്കണം എന്ന വിനീതമായ ഒരു അഭ്യർത്ഥനയാണ്. അതൊരാൾക്ക് വേണ്ടിയല്ല, ഒരു ജനതയ്ക്ക് വേണ്ടിയാണ്. KSEBക്ക് വേണ്ടിയല്ല, ഒരു ജനതയ്ക്ക് വേണ്ടിയാണ്. ഒപ്പം KSEB ഉണ്ടാവുന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇവിടെ പിന്നിലിരുന്ന് നമുക്ക് ഓഫർ തന്നിട്ടുണ്ട്. അനർട്ട് അതിനുവേണ്ടി എല്ലാ സാങ്കേതിക സഹായം ചെയ്യും. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് CK സുദീപ, KSEB കുന്നംകുളം ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KS സുരേഷ്, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ വിജിത മജ്നു, KSEB കേച്ചേരി സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KK സിന്ധു, കൂനമൂച്ചി സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ VS ചിത്ര എന്നിവർ സംസാരിച്ചു. വൈദ്യുതി പ്രതിസന്ധിയുടെ പ്രത്യേക സാഹചര്യത്തിൽ വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ചും സുരക്ഷാ ബോധവൽക്കരണത്തെക്കുറിച്ചും KSEB റിട്ടയേർഡ് എഞ്ചിനീയർ AC സാബു ക്ലാസ് നയിച്ചു. ജനപ്രതിനിധികൾ, KSEB ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ പ്രവർത്തകർ, പൊതുജനങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. കുന്നംകുളം ആർത്താറ്റ് ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവിന് പരിക്ക്. ചാലിശ്ശേരി സ്വദേശിയായ 26-കാരൻ രാഹുലിനാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച രാത്രി 8:30 ആർത്താറ്റ് പെട്രോൾ പമ്പിന് മുന്നിലായിരുന്നു സംഭവം. കുന്നംകുളത്ത് നിന്നും ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് ടോറസ് ലോറിയെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ എതിർ ദിശയിൽ നിന്നും വരികയായിരുന്ന മറ്റൊരു ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ രാഹുലിനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലെ ആംബുലൻസ് പ്രവർത്തകർ ഉടൻ തന്നെ കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ഇരു ബൈക്കുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. ഗുരുവായൂർ ദേവസ്വം കീഴടമായ കുന്നംകുളം തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ കഴിഞ്ഞ 11 ദിവസങ്ങളായി നടന്നുവന്ന പുനഃപ്രതിഷ്ഠയും കർപ്പൂരാദി നവീകരണ സഹസ്ര കലശ ചടങ്ങുകളും സമാപിച്ചു. 63 വർഷങ്ങൾക്ക് ശേഷം ക്ഷേത്രത്തിൽ നടന്ന വിപുലമായ പുണ്യകർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. പ്രധാന പ്രതിഷ്ഠയായ ശിവനു പുറമെ സ്വയംഭൂവായ ശിവനും പ്രതിഷ്ഠയുള്ള കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിലൊന്നായ തലക്കോട്ടുകരയിൽ ഇരു പ്രതിഷ്ഠകൾക്കും പ്രത്യേകമായാണ് പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളും സഹസ്ര കലശാഭിഷേകവും നടന്നത്. പൂർണ്ണമായും ഗുരുവായൂർ ദേവസ്വത്തിന്റെ മേൽനോട്ടത്തിലും ചെലവിലുമായിരുന്നു ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. കഴിഞ്ഞ ജൂലൈ 8 ആചാര്യവരണം, മുളയിടൽ, പ്രസാദശുദ്ധി തുടങ്ങിയ താന്ത്രിക ചടങ്ങുകളോടെ ആരംഭിച്ച ഉത്സവത്തിനാണ് ഇന്ന് ശുഭപര്യവസാനമായത്. ക്ഷേത്രം തന്ത്രിമാരായ കരകന്നൂർ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി, വാസുദേവൻ നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആലുവ തന്ത്രവിദ്യാപീഠം പ്രിൻസിപ്പാൾ P. ബാലകൃഷ്ണ ഭട്ടിന്റെ നേതൃത്വത്തിൽ പ്രമുഖ താന്ത്രിക ആചാര്യന്മാരും വൈദിക ശ്രേഷ്ഠരും ചടങ്ങുകളിൽ പങ്കാളികളായി. ക്ഷേത്ര മേൽശാന്തിമാരായ VM ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ER അജിത്ത് നമ്പൂതിരി എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. സമാപന ദിവസമായ ശനിയാഴ്ച രാവിലെ 11 മണി മുതൽ ക്ഷേത്രത്തിൽ വിപുലമായ പ്രസാദഊട്ട് നടന്നു. വരും ദിവസങ്ങളിലും ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും ദർശന സൗകര്യങ്ങളും തുടരുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ചടങ്ങുകൾ സമാപിച്ചതോടെ പുനരുദ്ധാരണ പ്രക്രിയ പൂർത്തിയായ തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രം ഇനി കൂടുതൽ ഭക്തജനത്തിരക്കിലേക്ക് ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പവർകട്ട് ഏർപ്പെടുത്തി കേരളത്തെ ഇരുട്ടിലാക്കുന്ന UDF സർക്കാർ നടപടിക്കെതിരെ DYFI കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവജന പ്രതിഷേധം സംഘടിപ്പിച്ചു. കാണിപ്പയ്യൂരിലെ KSEB ഡിവിഷൻ ഓഫീസിലേക്ക് സംഘടിപ്പിച്ച യുവജന പ്രതിഷേധം DYFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KA സൈഫുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് KM ജിജിൽ അധ്യക്ഷനായി. CPM ഏരിയ കമ്മിറ്റി അംഗം MB പ്രവീൺ, DYFI ജില്ലാ കമ്മിറ്റി അംഗം PS സഹല എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സച്ചിൻ പ്രകാശ്, NS ജിഷ്ണു, KA അഖിൽ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. കുന്നംകുളം ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രശസ്ത ഇറാനിയൻ സംവിധായകൻ ജാഫർ പനാഹിയുടെ ഓഫ്സൈഡ് എന്ന ചിത്രത്തിന്റെ പ്രദർശനം സംഘടിപ്പിച്ചു. മുനിസിപ്പൽ ലൈബ്രറി ഹാളിൽ പ്രദർശനത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ഫിലിം സൊസൈറ്റി പ്രസിഡന്റും നടനുമായ VK ശ്രീരാമൻ, സെക്രട്ടറി അർഷാദ് K റഹീം, പ്രശസ്ത സിനിമാ നിരൂപകൻ പ്രൊഫസർ ഹുക്മാൻ, ഫിലിം സൊസൈറ്റി ട്രഷറർ PS ഷാനു എന്നിവർ സംസാരിച്ചു. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ്, അഷ്റഫ് പേങ്ങാട്ടയിൽ, C മോഹനൻ, ജോഷി തോമസ്,
സജിത് മരക്കാർ തുടങ്ങി സാംസ്കാരിക സിനിമാ രംഗത്തെ പ്രമുഖരും നിരവധി ചലച്ചിത്ര ആസ്വാദകരും പ്രദർശനം കാണാൻ എത്തിയിരുന്നു. ഭാരതീയ ജനതാ പാർട്ടി BJP കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദ്വിദിന പഠന ശിബിരം തുടങ്ങി. കുന്നംകുളം ബദനി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടക്കുന്ന ശിബിരം BJP സംസ്ഥാന കമ്മിറ്റി അംഗം ദയാനന്ദൻ മാമ്പുള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ KS രാജേഷ്, വിപിൻ കൂടിയേടത്ത്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ മഹേഷ് തിരുത്തിക്കാട്, സുമേഷ് കളരിക്കൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് MV ഉല്ലാസ്, ജില്ലാ സെക്രട്ടറിമാരായ രേഷ്മ സുനിൽ, ബൈജു KR, സോഫിയ ശ്രീജിത്ത്, നിത്യ സാഗർ, വിഗീഷ് അപ്പു എന്നിവർ സംസാരിച്ചു. കടവല്ലൂർ കല്ലുപുറം സെന്റർ, പാറയമ്പാടം, പോർക്കുളം റോഡ് എന്നിവിടങ്ങളിൽ അടിയന്തരമായി സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കണമെന്നും പെരുമ്പിലാവ് സെന്റർ, അക്കിക്കാവ് ബൈപ്പാസ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ കാലങ്ങളായി നിശ്ചലമായ സിഗ്നൽ ലൈറ്റുകളുടെ കേടുപാടുകൾ പരിഹരിക്കണമെന്നും തകർന്നു കിടക്കുന്ന ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും കേരള കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. യോഗം കർഷക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി CT പോൾ ഉദ്ഘാടനം ചെയ്തു. ജോൺസൺ ചുങ്കത്ത് അധ്യക്ഷത വഹിച്ചു. KTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് പുലിക്കോടൻ മുഖ്യപ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി ബിജു പാപ്പച്ചൻ പ്രമേയം അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി സിറിൽ P. ജോൺ, യൂത്ത് ഫ്രണ്ട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിജോയ് പാപ്പച്ചൻ, നിയോജക മണ്ഡലം ഭാരവാഹികളായ ഡേവിസ് ഒലക്കെങ്കിൽ, ഡേവിസ് വേലൂർ, ജസ്റ്റിൻ വേലൂർ, കേരള വനിതാ കോൺഗ്രസ് നിയോജക മണ്ഡലം കൺവീനർ ലിഷ ബിജു, മണ്ഡലം പ്രസിഡന്റുമാർ എന്നിവർ സംസാരിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ചിങ്ങം 1 കർഷക ദിനമായി ആചരിക്കുന്നതിന്റെ സംഘാടക സമിതി യോഗം ചേർന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കൃഷി ഓഫീസർ ഗായത്രി രാജശേഖരൻ പരിപാടിയെക്കുറിച്ച് വിശദീകരിച്ചു. വൈസ് പ്രസിഡന്റ് CK സുദീപ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശിവൻ വാഗ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുൽഫത്ത് ബക്കർ, സൗമ്യ ധനൻ, സാബിറ അസീസ്, വിനു ജോൺസൺ, ഗംഗാധരൻ മാസ്റ്റർ, ലിയ ജോജോ, ജോൺ കാക്കശ്ശേരി, സുനിത ഉണ്ണിമോൻ, പഞ്ചായത്ത് സെക്രട്ടറി KK രാധാകൃഷ്ണൻ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ വിജിത മജ്നു, മറ്റം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് റൂബി ഫ്രാൻസിസ്, കൃഷി അസിസ്റ്റന്റുമാരായ അജിഷ, അനിഷ, അനൂപ് എന്നിവർ സംസാരിച്ചു. കാർഷിക വികസന സമിതി അംഗങ്ങൾ, പാടശേഖര സമിതി ഭാരവാഹികൾ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചാലിശ്ശേരി സ്വദേശി ഗോപിനാഥ് പാലഞ്ചേരിയുടെ മരണമൊഴി എന്ന ഏകപാത്ര നാടകം ഇനി തമിഴ്നാട്ടിലും. 211ാമത്തെ അവതരണമാണ് ഞായറാഴ്ച ചെന്നൈയിൽ നടക്കുന്നത്. ലഹരിവിരുദ്ധ സന്ദേശവുമായി ചാലിശ്ശേരി സ്വദേശി ഗോപിനാഥ് പാലഞ്ചേരി അവതരിപ്പിക്കുന്ന ഏകപാത്ര നാടകം മരണമൊഴി സംസ്ഥാന അതിർത്തി കടന്ന് തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്നു. നാടകത്തിന്റെ 211ാം അവതരണം മദ്രാസ് യോഗക്ഷേമ സഭയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് അസൻ മെമ്മോറിയൽ സീനിയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ചെന്നൈയിലെ വിവിധ കേന്ദ്രങ്ങളിൽ മറ്റു ദിവസങ്ങളിലായി അവതരണങ്ങൾ നടക്കും. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല സർഗോത്സവത്തിൽ മരണമൊഴിക്ക് 1ാം സ്ഥാനം ലഭിച്ചിരുന്നു. 65ാം വയസ്സിലും നാടകവേദിയിൽ സജീവമായ ഗോപിനാഥ് കഴിഞ്ഞ 1.5 വർഷമായി പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, എറണാകുളം തുടങ്ങിയ ജില്ലകളിലെ കോളേജുകൾ, സ്കൂളുകൾ, വായനശാലകൾ, ജനമൈത്രി പോലീസ്, എക്സൈസ് എന്നിവയുടെ ബോധവൽക്കരണ പരിപാടികളിലായി നാടകം അവതരിപ്പിച്ചു വരികയാണ്. 10ാമത്തേത് മദ്രാസിലാണ് യോഗക്ഷേമ സഭയുടെ ആഭിമുഖ്യത്തിൽ കളിക്കുകയാണ്. ആദ്യമായിട്ടാണ്, അതെ, അന്യ സംസ്ഥാനത്തേക്ക് പോകുന്നത് ആദ്യമായിട്ടാണ്. ഇത് കേരളത്തിൽ തന്നെ എല്ലാ ജില്ലകളിലൊന്നും എത്തിയിട്ടില്ല. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ അങ്ങോട്ടൊന്നും എത്തിയിട്ടില്ല. എറണാകുളം മുതൽ ഇങ്ങോട്ടുള്ള ഏതാണ്ട് എല്ലാ ജില്ലകളിലും പരിപാടി നടത്തിയിട്ടുണ്ട്. കൂടുതലും കോളേജുകൾ, ഹയർ സെക്കൻഡറി സ്കൂളുകൾ, പിന്നെ വായനശാലകൾ എല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ പോലീസിന്റെ ഉണ്ട്, ജനമൈത്രി പോലീസ്, എക്സൈസിന്റെ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിരന്തരം ഇപ്പോഴും ഇങ്ങനെ ആളുകൾ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മളെന്താണോ ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ ശക്തമായി അവതരിപ്പിക്കുന്ന ഈ നാടകം ഇതിനോടകം 210 വേദികൾ പിന്നിട്ടു. നിരവധി നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് നാടക പരിശീലനവും നൽകുന്നുണ്ട്. ഭിന്നശേഷിക്കാർക്കായി പ്രവർത്തിക്കുന്ന സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സന്നദ്ധ പ്രവർത്തകനുമാണ്. ലഹരിക്കെതിരെ സംസ്ഥാനത്ത് മികച്ച സ്വീകാര്യത നേടിയ മരണമൊഴി ഗോപിനാഥ് പാലഞ്ചേരിയുടെ കലാജീവിതത്തിലെ മറ്റൊരു സുപ്രധാന നാഴികക്കല്ലായി മാറുകയാണ്. വള്ളിയുണ്ടെങ്കിൽ അസുഖം, വള്ളിയില്ലെങ്കിൽ മരം. അല്ലേ? വള്ളിയുണ്ടെങ്കിൽ അസുഖം, വള്ളിയില്ലെങ്കിൽ മരം. അസുഖം എന്ന് പറയുമ്പോൾ
തലവേദന, പല്ലുവേദന. കാട്ടകമ്പാൽ ഭഗവതി ക്ഷേത്രത്തിൽ ഗജപൂജയും ആനയൂട്ടും നടത്തി. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നടന്ന വിശേഷാൽ പൂജകൾക്ക് ശേഷം ക്ഷേത്രത്തിന് പുറത്ത് മേൽശാന്തി കേശവൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ഗജപൂജയും ആനയൂട്ടും നടന്നത്. കൊമ്പന്മാരായ കാളിയാർ മഠം ശേഖരൻ, പീച്ചിൽ രാജീവ്, കൊളക്കാടൻ ഗണപതി, പിതൃക്കോവിൽ പാർത്ഥസാരഥി, പിടിയാനയായ തൊട്ടേക്കാട്ട് കുഞ്ഞിലക്ഷ്മി അടക്കം 5 ആനകൾ ഊട്ടിൽ പങ്കെടുത്തു. നിരവധി ഭക്തജനങ്ങളാണ് വഴിപാടായി ആനയൂട്ട് നടത്തിയത്. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് സുദീപ് കുമാർ, സെക്രട്ടറി സഞ്ജയ് രാധാകൃഷ്ണൻ എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. പാവർട്ടി സ്വദേശിയായ ഓട്ടോ ഡ്രൈവർക്ക് വിദേശ സൂപ്പർമാർക്കറ്റ് ജോലി വിസ നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പണം തട്ടിയ കേസിൽ പ്രതിക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തുവാൻ കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് എൽ ജയന്തൻ പോലീസിനോട് ഉത്തരവിട്ടു. ഹർജിക്കാരനായ പാവർട്ടി മരുതയൂർ പൊന്നരാശ്ശേരി വീട്ടിൽ പ്രേമൻ മകൻ നിമേഷ് വർഷങ്ങളായി ഓട്ടോ തൊഴിലാളിയാണ്. ഇതിനിടെ ഒരു ബന്ധു മുഖാന്തിരം പരിചയപ്പെട്ട പ്രതി മലപ്പുറം കവനൂർ കൈപ്പകശ്ശേരി പാറപ്പുറത്ത് വീട്ടിൽ സൈതലവി എന്നിവർ സൗഹൃദം നടിച്ച് വിദേശത്തുള്ള സൂപ്പർമാർക്കറ്റിൽ ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പല തവണയായി ഹർജിക്കാരനായ നിമേഷിന്റെ കയ്യിൽ നിന്നും പണം കൈപ്പറ്റി. ശേഷം വിസ, വിമാന ടിക്കറ്റ് എന്നിവയാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ചില കമ്പ്യൂട്ടർ പ്രിന്റുകൾ പ്രതി ഹർജിക്കാരന് നൽകിയെങ്കിലും പരിശോധനയിൽ അവയെല്ലാം കൃത്രിമമാണെന്ന് നിമേഷിന് മനസ്സിലാവുകയായിരുന്നു. പിന്നീട് പല പ്രാവശ്യം പ്രതി സൈതലവിയുമായി ബന്ധപ്പെട്ടെങ്കിലും വിസയോ പണമോ ലഭിക്കാത്തതിൽ ഹർജിക്കാരൻ അഭിഭാഷകരായ സുജിത് ഐനിപ്പുള്ളി, എൽസായു അമ്പ്രയിൽ, അതുല്യ എസ് നായർ, നന്ദന വി സുനിൽകുമാർ, ആതിഫ് അബ്ദുൽ ഖയ്യൂം എന്നിവർ മുഖേന കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുകയായിരുന്നു. വഞ്ചനാകുറ്റം, വ്യാജരേഖ ചമക്കൽ എന്നീ കുറ്റങ്ങൾക്ക് കേസെടുക്കാൻ പോലീസിന് കോടതി നിർദ്ദേശം നൽകി. പുന്നൂർകുളം പരൂർ പടവ് ചമ്മന്നൂർ ചുള്ളിക്കാരൻ കുന്നിൽ ജനകീയ മത്സ്യകൃഷിക്ക് തുടക്കമായി. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TK ഹസൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കുന്നങ്കാട്ടിൽ അബൂബക്കർ, വി അപ്പുമാസ്റ്റർ, പഞ്ചായത്ത് അംഗങ്ങളായ KH ആബിദ്, AD ധനീബ്, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ രേഷ്മ ആർ നായർ, അക്വാകൾച്ചർ പ്രൊമോട്ടർ CK ഗീതമോൾ, പടവ് ഭാരവാഹികളായ AT അബ്ദുൾ ജബ്ബാർ, ഷുക്കൂർ കോറോത്തയിൽ തുടങ്ങിയവർ സംസാരിച്ചു. പദ്ധതി പ്രകാരം 159 ഹെക്ടറിലേക്ക് കട്ല, റൂഹു, മൃഗാൾ, ഗ്രാസ് കാർപ്പ് തുടങ്ങിയ 4.77 ലക്ഷം മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് ഇറക്കിയത്. ശരാശരി 2 സെന്റിമീറ്റർ വലിപ്പമാണ് കുഞ്ഞുങ്ങൾക്കുള്ളത്. 2.86 ലക്ഷം രൂപയാണ് പദ്ധതിയുടെ ചെലവ്. നവംബർ മുതൽ മത്സ്യവിളവെടുപ്പ് തുടങ്ങും. ഉപ്പുങ്ങൽ വടക്കേപ്പടവിൽ കഴിഞ്ഞയാഴ്ച 1.50 ലക്ഷം കുഞ്ഞുങ്ങളെ ഇറക്കിയിരുന്നു. ചാവക്കാട് ഫിഷറീസ് ഓഫീസ് ഈ വർഷം ചാവക്കാട് കേച്ചേരി ക്ലസ്റ്ററിലായി 38 ലക്ഷം മത്സ്യക്കുഞ്ഞുങ്ങളെ ഇറക്കുന്നുണ്ട്. കേച്ചേരി ക്ലസ്റ്ററിൽ 930 ഹെക്ടറും ചാവക്കാട് 339 ഹെക്ടറും ചേർത്ത് 1269 ഹെക്ടർ പാടശേഖരമാണ് ഇതിന് ഉപയോഗപ്പെടുത്തുന്നത്. ചാവക്കാട് 3ഉം കേച്ചേരിയിൽ 16 പാടശേഖരവുമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. വിദ്യാർത്ഥി കുളത്തിൽ മുങ്ങി മരിച്ചു. മാറഞ്ചേരി പൂച്ചത്തേൽ പള്ളിക്ക് സമീപം താമസിക്കുന്ന കടമ്പനാട്ട് അസീസിന്റെ മകനും മാറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 8ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ 14 വയസ്സുള്ള മുഹമ്മദ് സിനാനാണ് മരിച്ചത്. മാറഞ്ചേരി അസ്ഹർ പള്ളിക്ക് പിറകുവശത്തെ അരയൻകുളത്തിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30യോടെയാണ് അപകടം. കുട്ടിയെ ഉടൻ തന്നെ മാറഞ്ചേരി 108 ആംബുലൻസ് പ്രവർത്തകർ പുത്തൻപള്ളി KMM ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അഫ്ന മാതാവും ഷഹാൻ, മുഹമ്മദ് സലാഹ് എന്നിവർ സഹോദരങ്ങളുമാണ്. ഖബറടക്കം ഞായറാഴ്ച കോടഞ്ചേരി പള്ളി ഖബർസ്ഥാനിൽ നടക്കും. CPIM-നെതിരെ കേന്ദ്ര സർക്കാരിന്റെ ഏജൻസിയായ ED നടത്തുന്ന രാഷ്ട്രീയ പ്രേരിതമായ പ്രവർത്തനങ്ങൾക്കെതിരെയും കള്ളക്കേസുകൾക്കെതിരായും CPIM ചൂണ്ടൽ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പ്രകടനത്തിന് ശേഷം ചൂണ്ടൽ സെന്ററിൽ നടന്ന പൊതുയോഗം കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗവും കേരള കർഷക സംഘം ഏരിയ സെക്രട്ടറിയുമായ KB ജയൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി M പീതാംബരൻ അധ്യക്ഷനായി. TP റാഫേൽ, AV വല്ലഭൻ, രേഖ സുനിൽ, ജിഷ സുനിൽകുമാർ, TA ഫൈസൽ, വത്സൻ പാറന്നൂർ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ഉപജില്ലയിൽ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ ജോലി ചെയ്യുന്ന അധ്യാപകരുടെ മക്കളിൽ ഈ വർഷം പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ച് SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്ക് എടത്താട്ടിൽ മാധവൻ മാസ്റ്റർ വിദ്യാഭ്യാസ അവാർഡും സർട്ടിഫിക്കറ്റ് നൽകി ആദരിച്ചു. കുന്നംകുളം ഗവൺമെന്റ് ഡെഫ് സ്കൂൾ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് CPI കുന്നംകുളം മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ചൂണ്ടലാത്ത് ഉദ്ഘാടനം ചെയ്തു. AKSTU ജില്ലാ കമ്മിറ്റി അംഗം N ബിജിൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൺവീനർ CI ജയ്മോൻ, ഷാജൻ മാസ്റ്റർ, CJ ജിജു മാസ്റ്റർ,
CV സ്വപ്ന, വിജോ വില്യംസ്, എലിസബത്ത് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്ര നഗരിയുടെ തെരുവോരങ്ങളിൽ അന്തിയുറങ്ങുന്നവരെ നിയന്ത്രിക്കാനൊരുങ്ങി പോലീസ്. ഇവർക്കിടയിൽ ക്രിമിനലുകൾ തമ്പടിക്കുന്നതും തുടർന്നുണ്ടാകുന്ന ക്രമസമാധാന പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായാണ് കർശന നടപടികളുമായി ടെമ്പിൾ പോലീസ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ക്ഷേത്ര നഗരിയിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ ഏറിയ പങ്കും തെരുവോരങ്ങളിൽ താമസിക്കുന്നവർ ഉൾപ്പെട്ടതാണ്. കഴിഞ്ഞ 3 മാസത്തിനിടെ നടന്ന 2 കൊലപാതകങ്ങൾക്ക് പിന്നിലും ഇത്തരക്കാരാണ്. പകൽ സമയത്ത് ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയാണ് ഇവർ കഴിയുന്നത്. രാത്രിയായാൽ നടപ്പാതയിലും കടവരാന്തകളിലുമാണ് ഇവർ കിടന്നുറങ്ങുന്നത്. മേൽപ്പാലത്തിന് താഴെയും ഇവർ തമ്പടിക്കാറുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണിവർ. 3 നേരവും ഭക്ഷണത്തിനായി ക്ഷേത്രത്തിലെ പ്രസാദ ഊട്ടിനെയാണ് ഇവർ ആശ്രയിക്കുന്നത്. ഇവർക്കിടയിൽ സാമൂഹ്യവിരുദ്ധർ നുഴഞ്ഞു കയറുന്നതും സന്ധ്യയാകുന്നതോടെ മദ്യപിച്ച് സംഘർഷമുണ്ടാക്കുന്നതും പതിവായതായി പോലീസ് ചൂണ്ടിക്കാട്ടുന്നു. രാത്രി ട്രെയിനിൽ ഗുരുവായൂരിലെത്തി പുലർച്ചെ മടങ്ങിപ്പോകുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. ഇത്തരക്കാർ മോഷണത്തിനും പിടിച്ചുപറിക്കും മുതിരാറുണ്ട്. സമീപകാലത്തായി ക്ഷേത്രനഗരിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചില ക്രൈം കേസുകളെ തുടർന്നാണ് പോലീസ് ഈ വിഷയത്തിൽ കർശന നടപടികളിലേക്ക് കടന്നത്. ഇവരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി പ്രത്യേക പോലീസ് സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. സ്ട്രേഞ്ചേഴ്സ് ഗ്രൂപ്പ് എന്ന പേരിൽ വാട്സപ്പ് ഗ്രൂപ്പ് തയ്യാറാക്കി ഇത്തരക്കാരുടെ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്ന് ടെമ്പിൾ പോലീസ് SHO വിനോദ് വലിയാട്ടൂർ പറഞ്ഞു. പോലീസിൽ നമ്മളിവിടെ ഒരു ടീം ഉണ്ടാക്കിയിട്ടുണ്ട്. സ്ട്രേഞ്ചേഴ്സ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇത്തരം സ്ട്രേഞ്ചേഴ്സിന്റെ ഡാറ്റാസ് നമ്മൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അടുത്ത ആഴ്ച മുതൽക്ക് തന്നെ, ഈ ആഴ്ചയിൽ അവസാന ദിവസം മുതൽക്ക് തന്നെ ഈ പാതയോരത്തും പ്രത്യേകിച്ച് അമ്പലത്ത് പരിസരത്തിലെ സ്ലാബുകൾ മുതലായവയിൽ ആളുകൾ കിടക്കാൻ പാടില്ല. രാത്രി ആളുകൾ കിടക്കാൻ പാടില്ല. അവരെ സാമൂഹ്യ ക്ഷേമ വകുപ്പുമായി ബന്ധപ്പെട്ട് പുനരധിവാസത്തിനോ അല്ലെങ്കിൽ അവരെ ബന്ധുക്കളെ കണ്ടുപിടിച്ച് അങ്ങോട്ട് അയക്കുകയോ ചെയ്യുന്ന രീതിയിലുള്ള വലിയൊരു ടാസ്കിന് നമ്മൾ മുന്നിട്ടിറങ്ങിയാണ്. ഇവരുടെ കുടുംബ പശ്ചാത്തലം മനസ്സിലാക്കി ബന്ധുക്കളെ കണ്ടെത്തി തിരികെ അയക്കാനാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. ബാക്കിയുള്ളവരെ സാമൂഹ്യക്ഷേമ വകുപ്പുമായി ബന്ധപ്പെട്ട് പുനരധിവാസത്തിനയക്കാനും പദ്ധതിയിടുന്നുണ്ട്. ഇതിനായി രാത്രികാലങ്ങളിൽ പരിശോധനകൾ ശക്തമാക്കും. ഗുരുവായൂരിനെ ഒരു ക്രൈം രഹിത പ്രദേശമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് പോലീസ് ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിനായി നാട്ടുകാരുടെയും മാധ്യമപ്രവർത്തകരുടെയും ഓട്ടോ ടാക്സി ഡ്രൈവർമാരുടെയും വിവിധ ക്ലബ്ബുകളുടെയും സഹകരണം പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ രാത്രി ഇത്തരം ആളുകളെ പ്രത്യേകം പരിശോധിച്ച് അവരെ വന്ന സ്ഥലത്തേക്ക് തിരിച്ചയക്കാനുള്ള നടപടിക്കാണ് നമ്മൾ മുൻകൈ എടുക്കുന്നത്. അപ്പം അതിന് ഗുരുവായൂരിലുള്ള നല്ലവരായ ആളുകളും മാധ്യമപ്രവർത്തകരും ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള മറ്റ് ഗതാഗത യോഗ്യമാക്കുന്ന ആളുകളും എല്ലാവരും ഇതിന്, ക്ലബ്ബുകളും എല്ലാവരും ഇതിന് സഹകരിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വേലൂർ പഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കർക്കിടക കഞ്ഞി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. 7 ദിവസം നീണ്ടുനിൽക്കുന്ന കഞ്ഞി വിതരണത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ നിർവഹിച്ചു. കുടുംബശ്രീ ചെയർപേഴ്സൺ അരുന്ധതി സുരേഷ് അധ്യക്ഷയായി. ജമീല രാജീവ്, കർമ്മല ജോൺസൺ, ഗീത ബാലകൃഷ്ണൻ, പഞ്ചായത്ത് സെക്രട്ടറി സിന്ധു എന്നിവർ സംസാരിച്ചു. വൈദ്യുതി വിതരണത്തിൽ UDF സർക്കാർ സമ്പൂർണ്ണ പരാജയമാണെന്നും പവർകട്ട് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് DYFI കുന്നംകുളം വെസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിക്കാട് സെന്ററിൽ നിന്നും KSEB പെരുമ്പിലാവ് സെക്ഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം നിധിൻ വിജയൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് PM ഹസൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ട്രഷറർ PV വിനോദ്, വൈസ് പ്രസിഡന്റ് രതി സതീശൻ, ജോയിന്റ് സെക്രട്ടറി MA അഭിജിത്ത്, PA യദുകൃഷ്ണ, കരിക്കാട് മേഖലാ പ്രസിഡന്റ് പ്രതീഷ് പറവൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഫിഫ വേൾഡ് കപ്പ് 2026 ആവേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ശുചിത്വ സന്ദേശം കൂടുതൽ വ്യാപിപ്പിക്കുന്നതിനുമായി സംസ്ഥാന ശുചിത്വ മിഷൻ ഫിഫ വേൾഡ് കപ്പ് 2026 പ്രവചന മത്സരം സംഘടിപ്പിക്കുന്നു. ലോകകപ്പ് ജേതാവിനെ കൃത്യമായി പ്രവചിക്കുന്നവരിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് 25,000 രൂപയുടെ ഒന്നാം സമ്മാനവും ശരിയായ പ്രവചനം നടത്തുന്ന ഓരോ ജില്ലയിൽ നിന്നുമായി നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് വീതം 5,000 രൂപയുടെ പ്രോത്സാഹന സമ്മാനവും നൽകും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ സംസ്ഥാന ശുചിത്വ മിഷന്റെയും നിങ്ങളുടെ ജില്ലകളുടെയും ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുകയും സംസ്ഥാന ശുചിത്വ മിഷന്റെ പേരിൽ പിൻ ചെയ്തിരിക്കുന്ന ശുചിത്വ സന്ദേശ പോസ്റ്റർ ലൈക്ക് ചെയ്തതിനു ശേഷം കമന്റ് ബോക്സിൽ പേര്, ജില്ല, ലോകകപ്പ് നേടുമെന്ന് പ്രവചിക്കുന്ന ടീം എന്ന ക്രമത്തിൽ രേഖപ്പെടുത്തണം. ജൂലൈ 19 വൈകിട്ട് 5 വരെയാണ് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അവസരം. മത്സരവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും നിബന്ധനകളും
ശുചിത്വ മിഷന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജുകളിൽ ലഭ്യമാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷിക ദിനം കോൺഗ്രസിന്റെയും അനുബന്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ആചരിച്ചു. വിശദാംശങ്ങളിലേക്ക്. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന വി കേശവന്റെയും 3ാം ചരമവാർഷികം ആചരിച്ചു. എരുമപ്പെട്ടി സെന്ററിൽ നടന്ന ചടങ്ങ് UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷനായി. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ TK ദേവസി, TN നമ്പീശൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി KR രാധിക, ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിമാരായ NK കബീർ, MA ഉസ്മാൻ, MK രഘു, മണ്ഡലം സെക്രട്ടറി AU മനാഫ്, മെമ്പർമാരായ മീന ശലമോൻ, ഷാജി വർഗീസ്, ആനി ടീച്ചർ, വിജീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. പന്നിത്തടം ILTUCയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണത്തിൽ യൂണിയൻ പ്രസിഡന്റ് ഷറഫു പന്നിത്തടം ദീപം തെളിയിച്ച് പ്രണാമം അർപ്പിച്ചു. പൂൾ ലീഡർ CV ജോസ്, ട്രഷറർ സലാം വലിയകത്ത്, രക്ഷാധികാരി MP സിജോ, സംസ്കാര സാഹിത്യ ജില്ലാ ചെയർമാൻ സത്താർ ആദൂർ, ലീഡർ ഷൈജൻ എന്നിവർ പങ്കെടുത്തു. കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്നിത്തടം സെന്ററിൽ നടന്ന ചടങ്ങിന് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷനായി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി റഹീം ആദൂർ, സംസ്കാര സാഹിതി ജില്ലാ ചെയർമാൻ സത്താർ ആദൂർ, MH നൌഷാദ്, MP സിജോ, ഷൈനി തമ്പി, ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടങ്ങോട് മില്ല് സെന്ററിൽ അനുസ്മരണ സമ്മേളനവും പുഷ്പാർച്ചനയും ഉമ്മൻചാണ്ടി മെമ്മോറിയൽ കാരുണ്യസ്പർശം പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു. DCC ജനറൽ സെക്രട്ടറി VK രഘുസ്വാമി ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രഞ്ജു താരു അധ്യക്ഷനായി. PC ഗോപാലകൃഷ്ണൻ, സജീവ് ചാത്തനാത്ത്, PK രാമകൃഷ്ണൻ, OS വാസുദേവൻ, AA അബ്ദുൾ മജീദ്, PB പ്രസാദ്, TK സുബ്രഹ്മണ്യൻ, സുലൈമാൻ, PN വിഷയകുമാർ എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി വിഷ്ണു ചിറമനങ്ങാട് സ്വാഗതവും ഫർസിൽ കടങ്ങോട് നന്ദിയും പറഞ്ഞു. കാട്ടക്കാമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറക്കൽ സെന്ററിൽ നടന്ന അനുസ്മരണം ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും കാട്ടക്കാമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. പ്രവാസി കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് VK മുഹമ്മദ്, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ MS മണികണ്ഠൻ, MA അബ്ദുൾ റഷീദ്, അഡ്വക്കേറ്റ് VC ലത്തീഫ്, സുനിൽ അരുവായി, NK അബ്ദുൾ മജീദ്, NM റഫീഖ്, ബിജു C ജോബ്, കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. അണ്ടത്തോട് ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അണ്ടത്തോട് സെന്ററിൽ നടന്ന പരിപാടി DCC ജനറൽ സെക്രട്ടറി AM അലാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് സുഹൈൽ അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പ്രിയേഷ് അയ്യരകത്ത്, നേതാക്കളായ KP ധർമ്മൻ, മൂസ ആലത്തയിൽ, സുലൈമാൻ കർത്താക്ക, പ്രിയ ഗോപിനാഥ്, സമീറ സക്കരിയ, സുഹൈൽ മടപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റ് നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂനമുച്ചി സെന്ററിൽ നടന്ന ദിനാചരണം ദളിത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MK അപ്പു ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷനായി. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ ജെയ്സൺ ചാക്കോ, AM മൊയ്തീൻ, ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ കൂനമൂച്ചി, മറ്റം സർവീസ് സഹകരണ ബാങ്ക് സംഘം പ്രസിഡന്റ് റൂബി ഫ്രാൻസിസ്, പഞ്ചായത്ത് അംഗങ്ങളായ ആൻലി ജിബി, സിമി സ്റ്റാൽസൺ എന്നിവർ സംസാരിച്ചു. മറ്റ് മണ്ഡലം ഭാരവാഹികൾ നേതൃത്വം നൽകി. കോൺഗ്രസ് കടങ്ങോട് 10ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പേങ്ങാട്ടുപാറ സെന്ററിൽ നടന്ന ചടങ്ങിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് സണ്ണി കുത്തൂർ, വാർഡ് മെമ്പർ PU പ്രകാശൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. വാർഡ് പ്രസിഡന്റ് ശിവരാമൻ സ്വാഗതവും ബൂത്ത് പ്രസിഡന്റ് CG ജാക്സൺ നന്ദിയും പറഞ്ഞു. പ്രവർത്തകരായ ശ്രീരാഗ്, ജോൺസൺ, മുത്തുണ്ണി കക്കാട്ടുപാറ, സുര, പ്രകാശൻ പേങ്ങാട്ടുപാറ, ജബ്ബാർ എന്നിവർ പങ്കെടുത്തു. കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം പ്രസിഡന്റ് PK ദേവദാസ് അധ്യക്ഷത വഹിച്ച സമ്മേളനം ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KK റസാഖ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ MM അബ്ദുൾ, KA സഹദേവൻ, മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ MM മനീഷ്, AK റസാഖ്, ട്രഷറർ ദീപൻ പാതാക്കര, മണ്ഡലം സെക്രട്ടറിമാരായ മുഹമ്മദ് അലി, രാജഗോപാൽ വടക്കേടത്ത്, ജയരാജ്, ഷെരീഫ് കരിക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിൽ കേരള NGO അസോസിയേഷൻ മെഡിക്കൽ കോളേജ് ബ്രാഞ്ചിന്റെയും KGOU ജില്ലാ കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നിർധനരായ 10 ഡയാലിസിസ് രോഗികൾക്ക് ധനസഹായ വിതരണം നടത്തി. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ലിജോ കൊള്ളനൂർ ഉദ്ഘാടനം ചെയ്തു. KGOU സംസ്ഥാന കമ്മിറ്റി അംഗം ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ വരദ, കാഷ്വാലിറ്റി സൂപ്രണ്ട് ഡോക്ടർ ഷാജി, NGO അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം KS മധു, KGNU ജില്ലാ പ്രസിഡന്റ് KM റീന,
NGOA ജില്ലാ കമ്മിറ്റി അംഗം PM ഷിബു, ബ്രാഞ്ച് പ്രസിഡന്റ് PF രാജു, സാൻഡോ സൈമൺ, വനിതാ ഫോറം കൺവീനർ P മീര, VS സുബിത, KR ഷീല തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറി VA ഷാജു സ്വാഗതവും ബ്രാഞ്ച് ട്രഷറർ TA അൻസാർ നന്ദിയും പറഞ്ഞു. വടക്കേകാട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജ്മൽ അധ്യക്ഷത വഹിച്ച ചടങ്ങ് വടക്കേകാട് മണ്ഡലം പ്രസിഡന്റ് അജയകുമാർ വൈലേരി ഉദ്ഘാടനം ചെയ്തു. DCC മെമ്പർ SK ഖാലിദ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ ഹസൻ തെക്കേ പട്ടയിൽ, അഷ്റഫ് തറയിൽ, ബ്ലോക്ക് സെക്രട്ടറിമാരായ അലി കോട്ടിലിങ്ങൽ, ഹംസ കോട്ടയിൽ, മധു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രബീന സത്യൻ, മണ്ഡലം ഭാരവാഹികളായ റഷീദ് കല്ലൂർ, ഷക്കീർ അണ്ടിക്കോട്ടിൽ, ഗോകുൽ വൈലേരി, അലിമോൻ, സിറാജുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് വേലൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഫ്രെഡി ജോൺ അധ്യക്ഷനായ യോഗം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് PP യേശുദാസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് മെമ്പർ ബദുൽ സൈമൺ, സൈമൺ പാടൂർ ചാലക്കൽ, വിജിനി ഗോപി, സജീഷ് വിജയൻ, മുഹമ്മദ് കുട്ടി, സിജു പാപ്പച്ചൻ, ഉണ്ണികൃഷ്ണൻ വട്ടപ്പറമ്പിൽ, CD സൈമൺ, V വിജിനിൽ എന്നിവർ സംസാരിച്ചു. ചെറുവത്താണി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. മുതിർന്ന ക്ഷേത്രം സേവാസമിതി പ്രവർത്തക കോരങ്ങത്ത് മീനാക്ഷിയമ്മ ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. രാമായണ മാസത്തിന്റെ ആദ്യ ദിവസമായ വെള്ളിയാഴ്ച ഗണപതി ഹോമം, രാമായണ പാരായണം, ഭക്തി പ്രഭാഷണം, ഔഷധക്കഞ്ഞി വിതരണം എന്നിവയുണ്ടായി. ക്ഷേത്രം സേവാസമിതി പ്രസിഡന്റ് KN ഷാജി, പ്രവർത്തകരായ MA ശങ്കരനാരായണൻ, ബിനേഷ് കൈതക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആഗസ്റ്റ് 16 വരെ ഗണപതി ഹോമം, ഭഗവത് സേവ, രാമായണ പാരായണം എന്നിവയുണ്ടാകും. ജൂലൈ 23 വരെ ഭക്തി പ്രഭാഷണം, ഔഷധക്കഞ്ഞി വിതരണം എന്നിവയുമുണ്ടാകും. കൈക്കാട് കാരുകുളം മഹാശിവവിഷ്ണു ക്ഷേത്രത്തിലെ രാമായണ പാരായണം ആരംഭിച്ചു. കർക്കിടകം 1 മുതൽ 10 വരെ ഗുരുവായൂർ വസുമതി ടീച്ചറുടെ നേതൃത്വത്തിൽ രാമായണ പാരായണം നടക്കും. കർക്കിടകം 10-ന് ഉച്ചയ്ക്ക് പ്രസാദഊട്ടും, 8-ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഉണ്ടായിരിക്കും. ക്ഷേത്രത്തിൽ നിന്നുള്ള നാലമ്പല തീർത്ഥയാത്ര ജൂലൈ 27-ന് പുലർച്ചെ 4:30-ന് പുറപ്പെടും. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 13,135 രൂപ, പവന് 1,05,080 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 235 രൂപ. ചരമം ആർത്താറ്റ് പരേതനായ നെയ്യൻ പറമ്പിൽ കാരിക്കുട്ടി മകൻ വാസു നിര്യാതനായി 67 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം മുനിസിപ്പൽ ക്രിമിറ്റോറിയത്തിൽ നടത്തി. രാധ ഭാര്യയും പ്രബീഷ്, പ്രജീഷ്, പ്രനീഷ് എന്നിവർ മക്കളുമാണ്. തിച്ചൂർ കാവുങ്ങൽ നടുവീട്ടിൽ രാധാകൃഷ്ണൻ നിര്യാതനായി 75 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 9 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. രാധ ഭാര്യയാണ്. രഞ്ജിത്ത്, രമ്യ, രേഷ്മ എന്നിവർ മക്കളാണ്. വാഗ പണിക്ക വീട്ടിൽ ഖാദർ മകൻ കുഞ്ഞുപ്പ എന്ന ബീരാവു നിര്യാതനായി. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെരുവുനായ ഭീതിയൊഴിയാതെ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത്. വെട്ടുകാട് മേഖലയിൽ അതിഥി തൊഴിലാളിക്ക് തെരുവുനായുടെ കടിയേറ്റു. തൊഴിലാളിയെ കടിച്ച നായയെ നാട്ടുകാർ കുരുക്കിട്ട് പിടികൂടി മിനി MCFൽ സജ്ജമാക്കിയ താൽക്കാലിക ഷെൽട്ടറിലേക്ക് മാറ്റി. സ്ത്രീകളുടെ മോർഫ് ചിത്രം വിൽപ്പന കേസിൽ നിർണായക കോടതി ഇടപെടൽ. ഇരയെ കേൾക്കാതെ പ്രതി അനന്തുവിന് ജാമ്യമില്ല. അയൽവാസികളായ 70-ലേറെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ചിത്രങ്ങൾ അവരുടെ സമ്മതമില്ലാതെ ശേഖരിച്ച് മോർഫ് ചെയ്ത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചെന്ന കേസിലാണ് റിമാൻഡിൽ കഴിയുന്ന പ്രതി അനന്തുവിന്റെ ജാമ്യാപേക്ഷയിൽ മറ്റൊരു ഇരയ്ക്ക് കൂടി കക്ഷി ചേരാൻ കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അനുമതി നൽകിയത്. ഗുരുവായൂർ ക്ഷേത്ര നഗരിയുടെ തെരുവോരങ്ങളിൽ അന്തിയുറങ്ങുന്നവരെ നിയന്ത്രിക്കാൻ ഒരുങ്ങി പോലീസ്. ഇവർക്കിടയിൽ ക്രിമിനലുകൾ തമ്പടിക്കുന്നതും തുടർന്നുണ്ടാകുന്ന ക്രമസമാധാന പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി കർശന നടപടികളുമായി ടെമ്പിൾ പോലീസ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കുന്നംകുളം ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ സഭാ തേജസ് പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവനാസിയോസ് രണ്ടാമൻ മലങ്കര മെത്രാപ്പൊലിത്തയുടെ 117ാമത് ഓർമ്മ പെരുന്നാളും ബസേലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ കാതോലിക്ക ബാവയുടെ 5ാമത് ഓർമ്മ പെരുന്നാളും ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ആർത്താറ്റ് സെന്റ് ഗ്രിഗോറിയോസ് അരമന ചാപ്പലിൽ ഭക്തി നിർഭരമായി ആചരിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി.
അപ്രഖ്യാപിത പവർ കട്ടിൽ വലഞ്ഞ ജനം പ്രതിഷേധമുയരുന്നു. പവർ കട്ട് ഏർപ്പെടുത്തി കേരളത്തെ ഇരുട്ടിലാക്കുന്ന UDF സർക്കാർ നടപടിക്കെതിരെ എന്ന രാഷ്ട്രീയ സന്ദേശവുമായി ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ കുന്നംകുളത്തും പെരുമ്പിലാവിലും പ്രതിഷേധം സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.